ഹായ്, നമുക്കിന്ന് ഡാൻസിങ് ബോയ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായി ഇതുപോലെ ഈ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പേപ്പറും ഇതുപോലെ 4 പീസ് പേപ്പറും 2 കണ്ണും വേണം. അതിനുശേഷം ഈ പേപ്പർ എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു പീസ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും നമുക്ക് പശ തേച്ച് കൊടുക്കണം. ഇതുപോലെ ഇവിടെയും പശ തേക്കണം, ഇവിടെയും പശ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇവിടെ കണ്ടോ, ഇങ്ങനെ 2 സൈഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ നിൽക്കണം, കണ്ടോ. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് വിട്ടുപോരും. ഓക്കെ, എന്നിട്ട് അടുത്ത പീസ് പേപ്പർ എടുത്ത് നമുക്ക് റൗണ്ട് ഷേപ്പിലാണ് ആ പേപ്പറിൻ്റെ പീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനായി ഇവിടെ പച്ച തേച്ച് കൊടുത്ത് പതുക്കെ കണ്ടോ ഇതുപോലെ ഇതിൻ്റെ തുമ്പത്തായി ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് റൗണ്ട് ഷേപ്പിൽ ആ പേപ്പർ കണ്ടോ കിട്ടി. അതിനുശേഷം ഇവിടെ പച്ച തേക്കുക. ഇതുപോലെ പച്ച തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം, സെൻറ്ററിൽ നോക്കി ഒട്ടിക്കണം. പാരൻസ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അവർക്ക് മൊബൈൽ അഡിക്ഷനൊക്കെ ഒന്ന് മാറി സാധാരണ രീതിയിലേക്ക് തിരിച്ചു വരട്ടെ. അതുപോലെ ഈ പേപ്പർ എടുത്ത് നമുക്ക് കൈകളാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഇതുപോലെ ഒരു പെന്നോ സ്കെച്ച് പെൻസിലോ എടുത്ത് ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ നിന്ന് ആ സൈഡിലേക്ക് കണ്ടോ അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പേപ്പർ അങ്ങനെ വളയും, കണ്ടോ. എന്നിട്ട് ആ പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് പശ തേച്ച് കൊടുക്കാം, കണ്ടോ. ഇതുപോലെ പശ തേച്ച് കൊടുക്കണം. എന്നിട്ട് കൈയിൻ്റെ പേപ്പറിൻ്റെ ഷേപ്പ് നമുക്ക് ഇങ്ങനെ മടക്കിയിട്ടുള്ളത് മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഒട്ടിക്കാൻ. എപ്പോഴാണ് കൈ പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ, കണ്ടോ. ഇതുപോലെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫേസാണ് വേണ്ടത്. അതിനായി അടുത്ത പീസ് പേപ്പർ എടുത്ത് ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം, കണ്ടോ. സൈഡിൽ പശ തേച്ചു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ പശ തേച്ച് കൊടുക്കണം, കണ്ടോ. പക്ഷേ നേരത്തെ ചെയ്തതിൽ നമ്മൾ റൗണ്ട് ഷേപ്പ് ഇപ്പുറത്തെ സൈഡിലോട്ട് തിരിച്ചിട്ടാണ് വെച്ചത്. ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് ഫേസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക, കണ്ടോ. ഇനി നമുക്ക് കണ്ണ് ഒട്ടിച്ചു കൊടുക്കാം. കണ്ണ് ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെറുതായിട്ട് വെറുതെ കണ്ണ് വൈറ്റ് കളർ പേപ്പറിൽ റൗണ്ട് വെട്ടിയെടുത്തിട്ട് നിങ്ങളതിൽ ജസ്റ്റ് ഒന്നുള്ളിൽ സ്കെച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അടുത്ത കണ്ണും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക, കണ്ടോ. ഓക്കെ, നമുക്കൊരു വായ വരച്ചു കൊടുക്കാം. നമുക്ക് ചിരിക്കുന്ന ഒരു ഡാൻസിങ് ബോയെ തന്നെ നമുക്ക് ഉണ്ടാക്കാം അല്ലേ. എല്ലാവർക്കും ചിരിച്ചിരിക്കാനല്ലേ ഇഷ്ടം. കണ്ടോ, നമ്മുടെ ഡാൻസിങ് ബോയ് റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റിൽ നിങ്ങളുടെ ഫോട്ടോ അറ്റാച്ച് ചെയ്യണേ. ബൈ.